സോ നമുക്ക് ഇവിടുത്തെ കൗണ്ട് ചെക്ക് ചെയ്താൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ മേളത്തെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാം. ഹായ്, നമ്മുടെ SBI ക്ലർക്കിന് ഇനിയൊരു 30 ഡേയ്സ്, ഓൾമോസ്റ്റ് 30 ഡേയ്സേ ബാക്കിയുള്ളൂ എന്ന് പറയാം. സോ ഈ ഒരു 30 ഡേയ്സിൻ്റെ ഇടയ്ക്ക് എങ്ങനെ നമുക്ക് ആ ഒരു ടാർഗറ്റ് സ്കോറിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ടോപ്പിക്സ് വളരെയധികം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇത് ഒരിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഓൾറെഡി ഇപ്പം സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർ, അറ്റ്ലീസ്റ്റ് സിലബസ് ഒരു 70% എങ്കിലും കംപ്ലീറ്റ് ചെയ്തവർക്ക് എങ്ങനെ ഇനിയുള്ള ഡേയ്സ് ഏതൊക്കെ ടോപ്പിക്ക് ടാർഗറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം, ആ ഒരു സേഫ് സ്കോർ എന്നൊക്കെ പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ആ ഒരു ടാർഗറ്റ് ക്ലിയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ SBI ക്ലർക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആ ഒരു എക്സാമിൽ വരുന്ന എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ. ഓൾറെഡി നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് 30, നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് 35 ആൻഡ് റീസണിങ് 35 ആണ് വരുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്, 1 മണിക്കൂർ ആണ് സമയം വരുന്നത്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് 20 മിനിറ്റ് വെച്ച്. ആൻഡ് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കട്ട് ഓഫ് വരുന്ന 70 ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ആൻഡ് നമ്മുടെ ഈ ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ് നമ്മൾ ഫുള്ള് സ്കോർ ചെയ്യുക. ആൻഡ് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് 1 മാർക്കെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ 71 ആവും. ആൻഡ് നമ്മുടെ കട്ട് ഓഫ് 70 ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ ഇംഗ്ലീഷിന് നമുക്ക് ഇത്രയും മിനിമം സ്കോർ വേണം എന്നൊരു കേസ് നമുക്ക് അവിടെ ഇല്ല. ഒരു എക്സാമ്പിളാണ് ജസ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ടാർഗറ്റ് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു മാർക്കിനെ ടാർഗറ്റായിട്ട് എടുക്കുക, എന്നിട്ട് ആ ടാർഗറ്റ് ക്ലിയർ ചെയ്യുക, അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി എന്താണ് ആ ടാർഗറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കുക. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ആണ് ഇത്. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും കട്ട് ഓഫ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് പുറത്ത് പോയി എക്സാം എഴുതാറുണ്ട്. അതുകൊണ്ട് ഇനി കേരളത്തിൻ്റെ കട്ട് ഓഫ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ SBI പിയുടെ ഒരു ലാസ്റ്റ് 6 ഇയേഴ്സിൻ്റെ, SBI ക്ലർക്കിൻ്റെ ഒരു ലാസ്റ്റ് 6 ഇയേഴ്സിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ കട്ട് ഓഫിൻ്റെ റേഞ്ച് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 69, 69, 69, 68. 2 വർഷത്തെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 2019 78 വന്നിട്ടുണ്ട്. 2023 നമ്മുടെ ലാസ്റ്റ് ഇയർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 76 വന്നിട്ടുണ്ട്. സോ റേഞ്ച് പെട്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് 68 തൊട്ട് ഒരു 78 വരെയാണ് നമ്മുടെ റേഞ്ച് എന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ഈ വട്ടം നമ്മുടെ വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് 78 വരെയൊക്കെ പോകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഡെഫിനറ്റ്ലി അത് നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും, എക്സാമിൻ്റെ ലെവലിൻ്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാലും 78 വരെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് എന്ത് വെക്കാം? നമ്മുടെ ഈ ഒരു എക്സാമിന് നമുക്ക് ടാർഗറ്റ് എത്ര വെക്കാം? സിമ്പിളായിട്ട് നമ്മുടെ ടാർഗറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് 78 ആണ്. നമുക്ക് കാണാൻ പറ്റും 68, 69 ആണ് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. 2 വർഷം, ലാസ്റ്റ് 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് 2 വർഷം മാത്രമേ അതൊരു 76, 78 വരെ പോയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് എത്ര വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80+ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. എങ്ങനെങ്കിലും 80 അച്ചീവ് ചെയ്യുക, 80+ അച്ചീവ് ചെയ്യുക, ഇതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ആൻഡ് വൺസ് നിങ്ങൾ ഓൾറെഡി ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എന്ത് ചെയ്യുക, ഒരു +5 കൂടി എടുത്തിട്ട് 85 ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടാർഗറ്റ് പ്ലാൻ ചെയ്തു. എത്രയാണ് ടാർഗറ്റ്? 80+ ആണ് ടാർഗറ്റ്. ഇനി 80+ലേക്ക് നമുക്ക് എങ്ങനെ എത്താം? നമ്മുടെ 80+ലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്കറിയാം നമ്മുടെ 3 ഏരിയാസ് ഉള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ ആദ്യമേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം 22 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ 22 ചാപ്റ്റേഴ്സിൽ നമുക്ക് ചില ചാപ്റ്റേഴ്സ് ഉണ്ട് വളരെയധികം ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റേഴ്സ്. ചില ചാപ്റ്റേഴ്സ് ഉണ്ട് ലൈക്ക് നമുക്ക് ചില ചാപ്റ്റേഴ്സ് ആണ് ഒരു ചാപ്റ്ററിൽ തന്നെ 1 കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ചില ചാപ്റ്റേഴ്സ് ആണ് ഒരു സിംഗിൾ ചാപ്റ്റർ ആയിരിക്കും, പക്ഷേ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് കാണും. പിന്നെ ചില ചാപ്റ്റേഴ്സ് കാണും 2 or 3 ചാപ്റ്ററൊക്കെ പഠിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ മാത്രം ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സും കാണും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആ ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇവിടെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്പർ സീരീസ്, DI, ഈ 4 ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ്. നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ നിന്ന് 10 തൊട്ട് 15 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. നമുക്ക് 15 ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. സോ 15 ടാർഗറ്റായിട്ട് എടുക്കാം. അവിടെ നിന്ന് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ നമ്പർ സീരീസ് രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് വന്നാലും നമുക്ക് 5 ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ DI എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് 15 വരുവാണെങ്കിൽ, അതുള്ള സിംപ്ലിഫിക്കേഷനിൽ നിന്ന് 10 ആണ് വരുന്നെങ്കിൽ നമ്മുടെ DI നിന്ന് എത്ര കാണും? 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതലും നമുക്ക് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തതായിരിക്കും വരാൻ സാധ്യതയുള്ളത്. സോ ഈ ഒരു ഏരിയ മാത്രം നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാത്രം ഏകദേശം 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു 4 ടോപ്പിക്കിൽ നിന്ന് മാത്രം നമുക്ക് ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. 25 ക്വസ്റ്റ്യൻസ്.
ഇനി അടുത്ത താഴേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു 6 ചാപ്റ്റേഴ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു 6 ചാപ്റ്റർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പെർസെൻറ്റേജ്, റേഷ്യോ, പാർട്ട്ണർഷിപ്പ്, ഏജസ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഏരിയ ആൻഡ് വോളിയം. ഇതാണ് പിന്നുള്ള 6 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ 6 ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? ഇതെല്ലാം സിംഗിൾ ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ ചിലതൊക്കെ വളരെ ചെറിയ ചാപ്റ്റേഴ്സ് കൂടിയാണ്. പക്ഷേ നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ച് വരും എന്ന് പറഞ്ഞാൽ ഈ ഒരു 6 ചാപ്റ്ററിൽ മാത്രം നിന്ന് നമുക്ക് 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ നമുക്ക് ഇവിടുത്തെ കൗണ്ട് ചെക്ക് ചെയ്താൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ മേളത്തെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാം. ആൻഡ് ഇവിടുത്തെ താഴത്തെ ഈ ഒരു 6 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫിഗേഴ്സ്, ആ നമ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പഠിക്കാനുണ്ടായിരുന്ന 22 ചാപ്റ്റേഴ്സാണ്. 22 ചാപ്റ്റേഴ്സിൽ എത്ര ചാപ്റ്റർ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ? വെറും 10 ചാപ്റ്റർ പഠിക്കുന്നുള്ളൂ. എന്ന് കഴിഞ്ഞാൽ പകുതി പോലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് മാത്രം നമ്മൾ 25 + 6 31 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. സോ ഇതായിരിക്കണം നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഇതായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾ ഈ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പ്രിപ്പയർ പഠിക്കേണ്ട എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഈ 6 ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നമുക്കിപ്പോൾ 35 ഒരു 30 ക്വസ്റ്റ്യനെങ്കിലും എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം, ഇനിയുണ്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടുന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് എങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 31 മിസ്സാവല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ അപ്രോച്ച്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ റീസണിംഗിലേക്ക് പോവുകയാണെങ്കിൽ, ഇതാണ് റീസണിംഗ് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ്. നമ്മൾ റീസണിംഗിന്റെ ഫുൾ സിലബസ് അല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെ എക്സാമിൽ ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ടോപ്പിക്സ് ഇനി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ഏതാ? സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് നിന്ന് നമുക്ക് 5 തൊട്ട് 10 ആയിരിക്കും വരുന്നത്. പക്ഷേ കൂടുതലും വരാൻ സാധ്യതയുള്ളത് നമുക്ക് 5 ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പസിലിൽ നിന്ന് 10 തൊട്ട് 15 ആണെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഏറ്റവും മിനിമം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. സോ ഏറ്റവും മിനിമം ലൈക്ക് ദ ലീസ്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ 2 ടോപ്പിക്കിൽ നിന്ന് മാത്രം 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ നമുക്കത് 20 വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എവിടുന്നാണ്? സോ നെക്സ്റ്റ് ബ്ലഡ് റിലേഷനിൽ നിന്ന് നമുക്ക് 3 തൊട്ട് 5 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. പക്ഷേ മോസ്റ്റ്ലി നമുക്ക് അവിടെ നിന്ന് വരുന്ന 3 ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ സിലോജിസം ഉണ്ട്, ഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ 2 ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും ഒരു ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. വരുവാണെങ്കിൽ നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് എന്തായാലും അവിടെ നിന്ന് കിട്ടും. അതുകൂടാതെ റാങ്കിങ് ഡയറക്ഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും 3 to 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ആൻഡ് അഗൈൻ ആൽഫബറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് സീരീസ്, രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നായിരിക്കും ഒരു ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ വരുന്നത്. വരുവാണെങ്കിൽ 3 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി അഗൈൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഇത്രയും ടോപ്പിക്ക് മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ മാത്സിൽ എത്ര ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. നമ്മൾ ലാസ്റ്റ് ടൈം ഒരു 10 ടോപ്പിക്ക് നമ്മൾ മാത്സിൽ പറഞ്ഞു. അതേപോലെ ഒരു 9 ടോപ്പിക്ക് മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ റീസണിംഗിൽ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി റീസണിംഗ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഏകദേശം ഒരു 12 ടോപ്പിക്സ് ആണ്, 12+ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. സോ അതിലൊരു 9 ടോപ്പിക്സ് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തം 35 ക്വസ്റ്റ്യൻ ആണ് എക്സാമിൽ വരുന്നത്. അതിൽ നമുക്ക് എത്ര ഫിഗർ അല്ലെങ്കിൽ എത്ര ടാർഗറ്റ് വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ഏറ്റവും മിനിമം ആണ് 15 എടുത്തേക്കുന്നത്. അത് കൂടാതെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും മിനിമം ഫിഗേഴ്സ് എടുക്കുകയാണെങ്കിൽ ലൈക്ക് 3, 5, 3 ആൻഡ് അഗെയിൻ 3. സോ ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ 15 + 5 20 ആൻഡ് അത് കൂടാതെ 9, നമുക്കവിടെ 3, 3, 3, 9 കൂടി വരും. സോ 29 ക്വസ്റ്റ്യൻസ് ഏറ്റവും മിനിമം എടുത്താൽ പോലും നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. 29 ക്വസ്റ്റ്യൻസ്. സോ 35 ഓൾമോസ്റ്റ് നമുക്ക് 29 നമ്മൾ ഇവിടെ എല്ലാം മിനിമം എടുത്താൽ നമുക്ക് ആ 29 ഒന്ന് റൗണ്ട് ചെയ്ത് 30 എന്ന് എടുക്കുകയാണെങ്കിൽ അഗെയിൻ നമ്മൾ നേരത്തെ അവിടെ 31 പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് കവർ ചെയ്യാം. സോ ഇപ്പം തന്നെ 30 + 30 നമുക്ക് ഓൾമോസ്റ്റ് എത്ര ആയിട്ടുണ്ട്? 60 ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ടാർഗറ്റ് നമ്മൾ വെച്ചത് 80 ആണ്. എക്സാമിലെ കട്ട് ഓഫ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 69 to 78 ആണ്. ഇനി ലാസ്റ്റ് ഒരു ഏരിയ കൂടി നമുക്ക് ബാക്കിയുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം മൊത്തം 30 മാർക്കിലാണ് നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കുന്നത്. ടോട്ടൽ 30 മാർക്സിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു ഗ്രാമർ പോർഷൻസ് മൊത്തം പഠിക്കാറുണ്ട്. ഇത് കൂടാതെ ക്വസ്റ്റ്യൻസ് വരുന്ന ചില ഏരിയാസ് ഉണ്ട്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് തന്നെ പറയാം. ഞാൻ ഒരു നമ്പർ അവിടെ കൊടുക്കുന്നില്ല, ബിക്കോസ് ഗ്രാമർ ചാപ്റ്റർ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം 12 ചാപ്റ്റേഴ്സ് ഉണ്ട് അവിടെ. അതുകൂടാതെ നമുക്ക് ചോദിക്കുന്ന ടോപ്പിക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അഗെയിൻ അത് 10 തൊട്ട് 12 അവിടെയും ഉണ്ട്. സോ നമുക്ക് ഒരുപാട് ഏരിയ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് എനിവേസ് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 5 ടോപ്പിക്ക് മാത്രമേ പിക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന 5 ടോപ്പിക്ക്.
റീഡിംഗ് കോംപ്രൻഷൻ 8 തൊട്ട് 10 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നിന്ന് ചോദിക്കും. ക്ലോസ് ടെസ്റ്റ് 5 തൊട്ട് 10 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരുന്നത്. പാരാജമ്പിൾ നമുക്ക് 3 to 5 ക്വസ്റ്റ്യൻസ്, എറർ സ്പോട്ടിംഗ് 3 to 5 ആൻഡ് വേർഡ് സ്വാപ്പ് 3 to 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്കറിയാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, നമുക്ക് ഫിൽ ഇൻ ക്വാളിഫയിങ് വേർഡ്സ് ഉണ്ട്, മാച്ച് ദി ഫോളോയിങ് ഉണ്ട്. ഇങ്ങനെയുള്ള ഏരിയാസ് എല്ലാം തന്നെ അവിടെ നിന്ന് നമുക്ക് 3 to 5 ക്വസ്റ്റ്യൻസ് വെച്ച് അവിടെയും നമുക്ക് കിട്ടും. ബട്ട് ലെറ്റ്സ് സേ നമുക്ക് ഈ ഒരു 5 ടോപ്പിക്ക് മാത്രം പിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഗ്രാമർ പ്ലസ് ഈ 5 ടോപ്പിക്സ്, ഓക്കെ, ഈ ഒരു ഗ്രാമർ പ്ലസ് ഇവിടുന്ന് ഒരു 5 ടോപ്പിക്സ് മാത്രം നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏറ്റവും മിനിമം കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇവിടുന്ന് 8ഉം ഇവിടുന്ന് 5ഉം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന 2 ടോപ്പിക്കാണിത്. സോ ഇവിടുന്ന് മാത്രം നമുക്ക് ഒരു 13 തൊട്ട് 15 ക്വസ്റ്റ്യൻ ഇവിടുന്ന് മാത്രം കിട്ടും. ലെറ്റ്സ് സേ 13 നമുക്ക് എടുക്കാം ഏറ്റവും മിനിമം. ആൻഡ് ഇവിടെ നമുക്ക് ഏറ്റവും മിനിമം നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ 3 എന്ന് പറയുന്നത് തന്നെ മിനിമം നമ്പേഴ്സ് നമ്മൾ പിക്കുകയാണെങ്കിൽ അവിടുന്ന് ഓൾമോസ്റ്റ് നമുക്കൊരു 3+3+3 നമുക്ക് ഓൾമോസ്റ്റ് ഒരു 9 ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരുന്നുണ്ട്. സോ നമുക്ക് ആ 9 കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മിനിമം 22, ഏറ്റവും മിനിമം 22 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് മാത്രം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ 30ൽ ഒരു 22 നമുക്ക് ഈ 5 ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മാത്രം തന്നെ നമുക്ക് കവർ ആവുന്നുണ്ട്. സോ ഇതുവരെ നമ്മൾ എടുത്ത ഫിഗേഴ്സ് എല്ലാം കൂടി ഇനി ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ എടുത്തു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പറഞ്ഞത് വെറും 10 ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞത്. 10 ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ജസ്റ്റ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് വെച്ചിരുന്ന ടാർഗറ്റ് 31 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടാർഗറ്റ് കീപ്പ് ചെയ്തേക്കുന്നത് 10 ടോപ്പിക്കിൽ നിന്ന്. റീസണിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് അവിടുന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഏകദേശം നിങ്ങൾ കണ്ടായിരുന്നു ഒരു 9 ടോപ്പിക്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് അവിടുന്ന് ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പം നമ്മൾ ഏകദേശം 5 ടോപ്പിക്ക് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. പ്ലസ് ഗ്രാമർ കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഗ്രാമർ ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല, ഗ്രാമർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ 5 ടോപ്പിക്കാണ് നമ്മൾ പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് അവിടുന്ന് മാത്രം ഒരു 22 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ആവുന്നുണ്ട്. സോ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, 31 + 30 + 22 30 30 60 70 80 ആൻഡ് 2 + 1 3 നമുക്ക് ഇവിടുന്ന് മാത്രം ആ ഒരു 83 മാർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഏകദേശം എത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു റഫ്ലി 25 ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം പഠിക്കാൻ നിങ്ങൾക്കറിയാം 60+ ടോപ്പിക്സ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു 60നെക്കാളും മേളിലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ പറയുന്ന ഒരു 83 മാർക്സ് നമുക്ക് ഇവിടുന്ന് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള ആ മിസ്ലേനിയസ് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ 100 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുന്നത്. സോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇനി ഒരു 30 ഡേയ്സ് എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഈവൻ ഇത് ക്ലർക്ക് മാത്രമല്ല ഈവൻ PO ആണെങ്കിൽ പോലും ഇതേ ഒരു അപ്രോച്ചാണ് യൂസ് ചെയ്യേണ്ടത്. POനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലർക്കിൻ്റെ കേസിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 80 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആൻഡ് ഈ പറഞ്ഞ ടോപ്പിക്സിലുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇനിയുള്ള ഈ ലാസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ്. പുതിയ ചെറിയ മിസ്ലീനിയസ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് സമയം കളയുന്നതിന് പകരം ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ബെറ്റർ ആക്കുക, ഇമ്പ്രൂവ് ചെയ്യുക ആൻഡ് ഈ പറഞ്ഞ ടാർഗറ്റ് സ്കോറിലേക്ക് റീച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവിടെ വേക്കൻസീസും കൂടുതലുണ്ട്. ഇത്രയും കട്ട് ഓഫ് വരാൻ സാധ്യതയില്ല. നമ്മൾ ഈ ഒരു 80+ ടാർഗറ്റ് കീപ്പ് ചെയ്ത് ഈ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് വേണ്ടിയത്. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും നിങ്ങൾക്ക് ഈ ഐഡിയാസ് ഒക്കെ തന്നെ യൂസ് ചെയ്യാം. ആൻഡ് ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ ഒരു ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഇതേപോലെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാച്ചലേഴ്സിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ റിവ്യൂസും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.